Hi dear friends, welcome back to Eazy English at Home. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് I used to and am used to. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? I used to call my parents every day. ഞാൻ എന്നും എൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഫ്രണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സോ എന്താണ് ഈ ഒരു സെൻറ്റൻസിൽ മിസ്റ്റേക്ക് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. I used to call my parents every day. എന്താണ് മിസ്റ്റേക്ക്? ആക്ച്വലി I used to എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളത് ചെയ്യാറില്ല എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. സോ I used to call my parents. ഞാൻ എൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ടായിരുന്നു, നമ്മളിപ്പോൾ വിളിക്കാറില്ല. സോ നമ്മൾ ശരിക്കും അവിടെ എന്താണ് പറയേണ്ടത്? ഇപ്പോഴും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? I call my parents every day എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അവിടെ നമുക്കതിന് പകരം I used to call my parents every day എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. സോ I call my parents every day എന്നാണ് പറയേണ്ടത്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം കൂടി നോക്കാം. ഞാൻ ജോലിക്ക് പണ്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് പോയിരുന്നത് എന്നെങ്ങനെ പറയും? I used to drive to work every day. ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല എന്ന അർത്ഥത്തിലാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാറുണ്ടായിരുന്നു. I used to live alone. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ്. സോ ഇതിൻ്റെ നെഗറ്റീവ് ഫോം വരുന്നത് I didn't use എന്ന സ്ട്രക്ചറാണ് വരുന്നത്. സോ I didn't use to live alone. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാറുണ്ടായിരുന്നില്ല. I didn't use to call my parents. ഞാൻ എൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ടായിരുന്നില്ല. I didn't use to play cricket. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ്. സോ ഇതിൻ്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഡ് യു യൂസ് ടു കോൾ യുവർ പാരൻസ്? നിൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു പ്ലേ ക്രിക്കറ്റ് വെൻ യു വർ എ ചൈൽഡ്? നീ കുട്ടിയായിരുന്നപ്പോൾ നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു എന്നാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് I used to and am used to തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. ആക്ച്വലി am used to എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യവുമായിട്ട് നമ്മൾ ഫെമിലിയർ ആണ്, നമ്മൾ സ്ട്രേഞ്ച് അല്ല, അത് എനിക്ക് ഒരു പുതിയൊരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി വന്നു, നമുക്ക് അവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് നമുക്ക് പരിചയമുണ്ട് എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം യൂസ്ഡ് ടു ദ വെദർ ഹിയർ. ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കുഴപ്പം എന്ന് പറയാനാണ് നമ്മൾ ഐ ആം യൂസ്ഡ് ടു എന്ന് പറയുന്നത്. ഐ ആം യൂസ്ഡ് ടു ദ വെദർ ഹിയർ. ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് പരിചയമുണ്ട് എന്നെങ്ങനെ പറയും? ഐ ആം യൂസ്ഡ് ടു ലിവിങ് അലോൺ. ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് പരിചയമുണ്ട്. ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ ഫോർ മീ. ഇതൊരു പുതിയ കാര്യമല്ല. ഐ ആം യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യവുമായിട്ട് നമ്മൾ പരിചയത്തിലാണ് എന്ന് പറയാനാണ് ഐ ആം യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കുന്നത്. സോ ഐ യൂസ്ഡ് ടു ദ വെദർ ഹിയർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഐ ആം യൂസ്ഡ് ടു ദ വെദർ ഹിയർ എന്നാണ് പറയേണ്ടത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ യൂസ്ഡ് ടു ആൻഡ് ഐ ആം യൂസ്ഡ് ടു. അതുപോലെ ഐ യൂസ്ഡ് ടു എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വി വിൽ സീ വിത്ത് അനദർ വീഡിയോ വെരി സൂൺ. ടേക്ക് കെയർ ദെൻ. ബൈ ബൈ. Join now Eazy English at Home. Phone 7269997799.